Okay, then listen here. Work. Okay, listen here. Work. When force is applied on an object, it moves. When a force moves an object through a distance, we say work is done. എന്താണെന്ന് വെച്ചാല് വർക്ക് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഇത്ര സമയം കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞത് ഫോഴ്സിനെ കുറിച്ചാണ് അല്ലെ. നമ്മൾ എല്ലാത്തിലും ഫോഴ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. When force is applied on an object, നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മുടെ ഫോഴ്സ്, നമ്മുടെ ബലം, നമ്മുടെ ശക്തി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് മൂവ്സ് അല്ലെ. ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മുടെ ഫോഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലെ. നമ്മൾ ഒരു ചെയർ എടുത്തിട്ട് മാറ്റി വെക്കണം അല്ലെ. നല്ല കുറച്ച് വെയിറ്റ് ഉള്ള കുറെ ചെയേഴ്സ് എടുത്ത് നമ്മൾ മാറ്റണമെങ്കിൽ നമ്മുടെ ഫോഴ്സ് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോഴത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഒരു ടേബിൾ തന്നെ നമ്മളിപ്പോ പുഷ് ചെയ്യാണ് അല്ലെ. ടേബിൾ പുഷ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോഴ്സ്, നമ്മുടെ കയ്യിലുള്ള ബലം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഈ ടേബിളിന്റെ, ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ യൂസ് ചെയ്യുന്നു. സോ ആ സമയത്ത് അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. സോ when a force moves an object through a distance, we say work is done. അതായത് കൃത്യമായ ദൂരത്തിൽ അല്ലെ നമ്മൾ നമ്മുടെ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നമ്മുടെ ജോലി അല്ലെ, വർക്ക് ഈസ് ഡൺ, നമ്മുടെ ജോലി നമ്മൾ ചെയ്തു എന്ന് പറയാം. അതായത് നമ്മൾ ഈ ടേബിൾ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വെക്കണം എന്നുള്ളതാണ് നമ്മുടെ വർക്ക്. നമ്മൾ നമ്മുടെ ഫോഴ്സ് ഇതിന്റെ മുകളിൽ യൂസ് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്ന് മാറ്റി കുറച്ച് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവെക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്? അവർ വർക്ക് ഈസ് ഡൺ, നമ്മുടെ ജോലി അപ്പോ ഫിനിഷ് ആയി അല്ലെ, വർക്ക് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ ഇവിടുന്ന് മാറ്റി മൂവ് ചെയ്യിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ വർക്ക് ഈസ് ഡൺ എന്ന് പറയുന്നത്. To do work, we need energy. We know that when we do a work, we must need a energy. നമ്മൾ ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നിർബന്ധമായിട്ടും എനർജി വേണം അല്ലെ, ഊർജം വേണം. So in science, we use the word work in a different way from its everyday use. We do work when we pick up a book, play cricket, or fly a kite. We do not do work if we stand at a place with a load in our head, even for a whole day. എന്താണ് ജോലി എന്ന് പറയുന്നത് അല്ലെ? നമ്മള് നമ്മുടെ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുമ്പോൾ അതൊരു വർക്ക് ആകുന്നു, നമ്മുടെ ഒരു ജോലി ആവുന്നു. ടു ഡു വർക്ക് വി നീഡ് എനർജി. നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. ഇൻ സയൻസ്, സയൻസില് we use the word work in a different way from its everyday use. നമ്മൾ സയൻസിൽ ഒരു ജോലി, നമ്മൾ ജോലി എന്ന് സാധാരണ പറയുന്നത് ഏതെങ്കിലും ഒരു ഓഫീസ് ജോലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളെയല്ല ഉദ്ദേശിക്കുന്നത്. സയൻസില് വർക്ക് അല്ലെങ്കിൽ വർക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് എല്ലാ ദിവസവും പലതരത്തിലുള്ള മീനിങ്സ് ഉണ്ട് അല്ലെ. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വഴികളിൽ കൂടെ നമ്മൾ ഈ വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വർക്ക് എന്നുള്ള വേർഡ്. വി ഡു വർക്ക് വെൻ വി പിക്ക് അപ്പ് എ ബുക്ക്. ഒരു ബുക്ക് നമ്മൾ എടുക്കുകയാണ്, അതൊരു വർക്കാണ്. ഇൻ സയൻസ് നമ്മളൊരു ബുക്ക് എടുക്കുകയാണ്, അതൊരു ജോലിയാണ്, നമ്മുടെ വർക്കാണ്. ദെൻ പ്ലേ ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലൈ എ കൈറ്റ്, ഒരു പട്ടം പറത്തുന്നു, ഇതൊക്കെ എന്താണ്? വർക്കാണ് ഇൻ സയൻസ്. സോ വി ഡു നോട്ട് ഡു വർക്ക് ഇഫ് വി സ്റ്റാൻഡ് a place with a load in our head even for a whole day. ഇനി നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മൾ തലയിൽ ഒരു ലോഡ് വെച്ചിട്ട്, തലയിൽ എന്തെങ്കിലും ഉള്ള വെയിറ്റ് ഉള്ള ഒരു ലോഡ്, ഒരു എന്തെങ്കിലും തലയിൽ ഒരു വസ്തു, ഒരു ലോഡ് വെച്ചിട്ട് നമ്മൾ കുറെ സമയം, ഒരു ദിവസം മുഴുവൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും എന്താണ്? ഒരു വർക്കാണ് അല്ലെ. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. തലയിൽ കുറച്ച് വെയിറ്റ് അല്ലെങ്കിൽ ഒരു ലോഡ് വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദിവസം മുഴുവൻ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതും എന്താണ്? ഒരു വർക്കാണ്. സോ വർക്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. when we use our force in an object, it moves അല്ലെ. നമ്മൾ നമ്മുടെ ഫോഴ്സ് എവിടെ യൂസ് ചെയ്യുമ്പോൾ? ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മുടെ ബലം നമ്മളൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും അല്ലെ. ത്രൂ എ ഡിസ്റ്റൻസ് വി സേ വർക്ക് ഇസ് ഡൺ. അപ്പൊ ഒരു
സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? നമ്മുടെ ജോലി നമ്മൾ ചെയ്തു, നമ്മുടെ വർക്ക് ചെയ്തു എന്ന് പറയാം. Then to do a work we need energy. ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. In സയൻസിൽ എന്ത് ചെയ്യണം? We use the word work in a different way from its everyday use. നമ്മൾ ഈ ജോലി എന്നുള്ള വർക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പല പല കാര്യങ്ങളെ നമുക്ക് ജോലി എന്ന് പറയാൻ വേണ്ടി പറ്റും. We do a work when we pick up a book. ഒരു ബുക്ക് നമ്മൾ എടുക്കുകയാണ്. And play cricket. നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. അല്ലെങ്കിൽ fly a kite. ഒരു പട്ടം നമ്മൾ പറത്തുകയാണ്. We do not do work if we stand at a place with a lot in our head. നമ്മൾ ഒരു സ്ഥലത്ത് തലയിൽ വെയിറ്റ് വെച്ചിട്ട് കുറെ സമയം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, even for a whole day, ഒരു ദിവസം മുഴുവൻ നമ്മൾ നിൽക്കുകയാണെങ്കിൽ that is also a work. അതും എന്താണ്? ഒരു ജോലിയാണ്. Okay. Then a work എന്നുള്ളത് ഒന്ന് വായിച്ചേ. Okay, സൂര്യദേവ് ഒന്ന് വായിച്ചേ മോനെ. Work. Work. When for is applied on a object, it can force move an object through a distance. We say work is done. To work we need energy. In science we use the word work is in a different way from its very day. Use to do work when you pick up a book, play. Okay, then next energy എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. Energy is the ability to do work. We need energy for everything we do. All living things need energy. We use different forms of energy. Energy can change from one form to another form. Energy എന്നാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു നമുക്കൊരു വർക്ക് ചെയ്യാൻ we must need an energy. നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ എന്തായാലും എന്ത് വേണം? എനർജി വേണം അല്ലേ? Then energy is the ability to do a work. ഒരു ജോലി ചെയ്യാനുള്ള കഴിവിനെ ആണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. We need energy for everything we do. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം? എനർജി വേണം. All living things need energy. എല്ലാ ജീവജാലങ്ങൾക്കും എന്ത്? എനർജി ആവശ്യമാണ്. We use different forms of energy. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പലതരത്തിലുള്ള എനർജി യൂസ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ഫോംസ് ഓഫ് എനർജീസ് നമ്മൾ ഓരോ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട്. We use different forms of energy. Energy can change from one form to another. എനർജിയെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. So listen here. Energy means energy is the ability to do a work. We do a work, we must need energy. ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും എനർജി വേണം. നമ്മൾ ഒരു ജോലി ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. We need energy for everything we do. All living things need energy. We use different forms of energy. Energy can change from one form to another. നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും നമുക്ക് അറിയാമല്ലേ? നമ്മളിപ്പോ ഇവിടുന്ന് ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ നമ്മൾ എടുത്തിട്ട് ഇവിടേക്ക് മാറ്റി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു വർക്ക് ചെയ്തു അല്ലേ? ആ വർക്ക് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി, നമ്മുടെ പവർ, അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ഇത് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വർക്ക് ചെയ്യാനുള്ള ഊർജം വേണം അല്ലെ? അതിനുള്ള ശക്തി നമുക്ക് വേണം, എടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം. നമുക്ക് അതില്ല എങ്കിൽ നമുക്ക് ഒരു വർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എനർജിയാണ്. സോ എനർജിയെ നമുക്ക് ഒരു ഫോമിൽ നിന്ന്, ഏതെങ്കിലും ഒരു എനർജി ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാ പറയുന്നത്. ഒരു ഫോം മാറ്റിയിട്ട് എനർജി നമുക്ക് അതിന് വേറൊരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് എനർജി? അങ്ങനെ ഈ എനർജി
എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആകുന്നത്, അല്ലെങ്കിൽ എന്താണ് സോഴ്സസ് ഓഫ് എനർജി എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ലിസൺ ഹിയർ. Sources of energy. There are different sources of energy. When we say about a force, we study about a different source of force and different kinds of force. നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ പലതരത്തിലുള്ള ഫോഴ്സ് പറഞ്ഞു അല്ലേ? പലതരത്തില് പല കൈൻഡ്സ് ഓഫ് ഫോഴ്സ് ഉണ്ട്. സോ അതുപോലെ സോഴ്സസ് ഓഫ് എനർജി ഉണ്ട്, ഫോംസ് ഓഫ് എനർജിയും ഒക്കെ ഉണ്ട്. Then listen here. Sources of energy. നമ്മൾ പറഞ്ഞു അല്ലേ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് എനർജി വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ എനർജി നമുക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള സോഴ്സ് വേണം അല്ലേ? ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ എനർജി കിട്ടുക എന്നുള്ളതാ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ എനർജി യൂസ്ഡ് ബൈ us comes from the sun. അല്ലെ? മിക്കവാറും ഊർജം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? It is energy used by comes from sun അല്ലെ? സൂര്യനിൽ നിന്ന് വരുന്ന സൗരോർജം അല്ലെ? സൂര്യന്റെ ഊർജം നമ്മൾ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എനർജി കിട്ടുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് സോളാർ എനർജി ആണ് അല്ലെ? സോളാർ എനർജി, ആൻഡ് ഇറ്റ് ഈസ് ദ എനർജി ഓഫ് ദ സൺ. സൂര്യന്റെ എന്ത് ഊർജമാണ് അല്ലെ? സൗരോർജം, സോളാർ എനർജി എന്ന് പറയും. സോളാർ കൊണ്ട് നമ്മൾ കറണ്ട് യൂസ് ചെയ്യുന്ന മാതിരി തന്നെ നമ്മുടെ ബൾബും ഫാനും ടിവിയും കമ്പ്യൂട്ടറും ഒക്കെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഇറ്റ് ഇസ് യൂസ്ഡ് ബൈ സോളാർ എനർജി. സോളാർ എനർജി കൊണ്ട് വർക്ക് ചെയ്യുന്ന ലൈറ്റും ബൾബും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴാണ് എല്ലായിടത്തും കറണ്ട് കിട്ടുന്നത് അല്ലെ? ഉണ്ടായി തുടങ്ങിയത്. ബട്ട് മിക്കവാറും സ്ഥലങ്ങളിൽ കറണ്ട് ഒക്കെ എത്തിപ്പെടാൻ ആദ്യകാലത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നത് എന്താണ്? സോളാർ എനർജി ആണ്. മിസ്സിന്റെ വീട്ടിലൊക്കെ ആദ്യം സോളാർ ഉണ്ടായിരുന്നു മുമ്പ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് കറണ്ട് കിട്ടാൻ തുടങ്ങിയത്. സോളാർ എന്ന് വെച്ചാൽ എന്താണ്? സോളാറിന്റെ ഒരു പാനൽ ഉണ്ടാവും അല്ലെ? ഒരു സോളാർ പാനൽ ഉണ്ടാവും. അതെവിടെ? സൺലൈറ്റിൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാല് ആ സൺലൈറ്റ് അവിടുന്ന് പവർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? അവിടുന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മുടെ വീട്ടില് എന്ത് ചെയ്യാം? നമുക്ക് ടിവിയും ലൈറ്റും ബൾബും ഒക്കെ നമുക്ക് യൂസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴും ഉണ്ടല്ലോ സോളാർ കൊണ്ട് യൂസ് ചെയ്യുന്ന. പിന്നെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സോളാർ പാനൽ എന്നൊക്കെ പറയുന്നത് വളരെ അതിന്റെ ചെറിയ ഫോം ആണ്. പക്ഷെ മിക്കവാറും വലിയ വലിയ ഫാക്ടറീസിലും അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പാനൽസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് അതിന്റെ ചെറിയൊരു ഫോം ആണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഫോം വെച്ചിട്ട് പലതും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മള് സോളാർ എനർജി കൊണ്ട് നമ്മൾ എല്ലാം ഉപയോഗിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് എനർജി യൂസ്ഡ് ബൈ കംസ് ഫ്രം സൺ. സൂര്യരശ്മി അല്ലെ? നന്നായിട്ട് സൂര്യപ്രകാശം വരുന്ന സ്ഥലങ്ങളിൽ വെച്ചാല് അതിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു പവർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സോ ഇപ്പോഴും എന്താണ്? നമ്മുടെ സോളാർ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ എമർജൻസി ഒക്കെ പോലെ. അത് എന്ത് ചെയ്യണം? വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതിലേക്ക് സൺലൈറ്റ് വരും അല്ലെ? അങ്ങനെ അത് ഒരു പവർ അല്ലെങ്കിൽ അവിടുന്ന് അത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളാർ എമർജൻസീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ടോർച്ച് എമർജൻസി, ഇതൊക്കെ സോളാർ കൊണ്ട് ഇപ്പോഴും നിങ്ങൾ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു എമർജൻസി ലൈറ്റ് ഒക്കെ എടുത്ത് അവര് നല്ല വെയിലത്ത് വെച്ചിട്ട് അവിടുന്ന് അത് എന്ത് ചെയ്യും? സൂര്യന്റെ എനർജി അതിലേക്ക് വന്നിട്ട് ലൈറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ സോളാർ എനർജി ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ എനർജി യൂസ്ഡ് ബൈ കംസ് ഫ്രം ദ സൺ. The energy is called solar energy. Green plants use solar energy to prepare their food. We know that അല്ലെ? പച്ച ഹരിത സസ്യങ്ങൾ അല്ലെ? പച്ച നിറമുള്ള സസ്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? അവർക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സൺലൈറ്റ് വേണം അല്ലെ? സൺലൈറ്റ് വേണം. സൂര്യപ്രകാശം കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം ഉണ്ടാക്കുന്നത്. Green plants use solar energy to prepare their food. പച്ച ഹരിത സസ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സോളാർ എനർജി വേണം. അങ്ങനെയാണ് അവര് അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. We eat this food and thus we indirectly use solar energy to do work and to stay alive. നമ്മള് ചിലപ്പോ അത് അവരുണ്ടാക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കും എന്ന് വെച്ചാല് നമ്മൾ കഴിക്കുന്ന പല ഇലക്കറികളും ഒക്കെ ഉണ്ടല്ലേ?
പച്ച ഹരിത ഇലകൾ, ഗ്രീൻ പ്ലാന്റ്സ്. അപ്പൊ നമ്മൾ അത് കഴിക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യുന്നു? ഈ സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളും ഈ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഭാഗമാകുന്നുണ്ട് നമ്മളും. സോ സോളാർ എനർജി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Then running water has mechanical energy, another source of energy. One source of energy is solar energy and the another source of energy is മെക്കാനിക്കൽ എനർജി. ഒന്ന് സോഴ്സ് ഓഫ് എനർജി സോളാർ എനർജി ആണ്. സോളാറിൽ നിന്ന് നമ്മൾ എനർജി കളക്ട് ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് മെക്കാനിക്കൽ എനർജി ആണ്. We use this energy to generate electricity. വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മെക്കാനിക്കലി എനർജി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റണ്ണിങ് വാട്ടർ ഹാസ് മെക്കാനിക്കൽ എനർജി. ഒഴുകുന്ന വെള്ളത്തിന് എന്തുണ്ട്? മെക്കാനിക്കൽ എനർജി ഉണ്ട്. അങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? വെള്ളത്തിൽ നിന്നാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? പല അണക്കെട്ടുകളിലും എന്താണ് ഡാംസില് എന്തുണ്ട്? പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടാവും നിങ്ങള്. വെള്ളത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പോ റണ്ണിങ് വാട്ടർ, ഇങ്ങനെ ഈ ഒഴുകുന്ന വെള്ളത്തിന് എന്തുണ്ട്? മെക്കാനിക്കൽ എനർജി ഉണ്ട്. അതുകൊണ്ട് ആണ് നമ്മള് ഈ വെള്ളത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് എന്ത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. So then everything is made up of atoms. The atom is the smallest particle of matter. When we split atoms, we get atomic energy. This is used for useful purpose like generating electricity, and some people also use it for destructive purposes like making atom bombs. അതായത് ആദ്യം പറഞ്ഞത് നമ്മൾ സോളാർ എനർജിയെ കുറിച്ചാണ്. സൺലൈറ്റിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? സോളാർ യൂസ് ചെയ്തിട്ട് സോളാർ എനർജി ഉണ്ട്. പിന്നെ പറയുന്നത് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നതിനാണ്, മെക്കാനിക്കൽ അല്ലെ? മെഷീൻസ് യൂസ് ചെയ്തിട്ട് മെക്കാനിക്കലി നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ദെൻ പറയുന്നത് ആറ്റത്തിനെ കുറിച്ചാണ്. ആറ്റം, എവറിത്തിങ് ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റം. എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ തന്മാത്രകള്, ചെറിയ കണികകൾ കൊണ്ടാണ് അല്ലെ? അപ്പൊ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ. ദ്രവ്യത്തിന്റെ അല്ലെ? ദ്രവ്യത്തിന്റെ ചെറിയ കണികകളെയാണ് നമ്മള് ആറ്റം എന്ന് പറയുക, ചെറിയ തന്മാത്രകള്. സോ when we split atom, നമ്മൾ ഒരു ആറ്റത്തിനെ വിഭജിക്കുമ്പോ, ഒരു ആറ്റത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോ, അതിനെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് we get atomic energy. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റോമിക് എനർജി കിട്ടുന്നുണ്ട്. This is used for useful purposes. ഈ ആറ്റോമിക് എനർജി നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകള് ഡിസ്ട്രക്റ്റീവ് പർപ്പസസിന് വേണ്ടി. എന്താണ് ഡിസ്ട്രക്റ്റീവ് പർപ്പസ് എന്ന് വെച്ചാല്? നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ, വിനാശകരമായിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്ട്രക്റ്റീവ് പർപ്പസസിന് വേണ്ടി ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആറ്റം യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മേക്കിംഗ് ആറ്റം ബോംബ്. ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ? ആറ്റം ബോംബൊക്കെ എന്താണ്? ആറ്റം ബോംബൊക്കെ ഇട്ട് കഴിഞ്ഞാല് ആ നാട് മുഴുവൻ വർഷങ്ങളോളം അത് നശിച്ചു പോവുകയും ചെയ്യും. വർഷങ്ങളോളം അതിന്റെ ഒരു പ്രസൻസ് എവിടെ ഉണ്ടാവും? ആ നാടിൽ ഉണ്ടാവും അല്ലെ? ഇപ്പോ ഇവിടെ ഒരാൾ ആറ്റം ബോംബ് ഇടുകയാണെങ്കിൽ ആ സമയത്തുള്ളവരെല്ലാം മരിച്ചു പോകും അല്ലെ? എല്ലാം നശിച്ചു പോകും. ദെൻ അത് മാത്രല്ല, വർഷങ്ങളോളം അതിന്റെ എഫക്റ്റ് വീണ്ടും ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും കാലങ്ങളോളം അവിടെ താമസിക്കുന്നവർക്ക് മുഴുവൻ എപ്പോഴും ഈ ആറ്റത്തിന്റെ ഇതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും അല്ലെ? ആറ്റം ബോംബൊക്കെ വീഴുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. വർഷങ്ങളോളം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എപ്പോഴും നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. സോ അതുപോലെ എപ്പോഴും നമ്മൾ എന്താണ്? ഈ ആറ്റം നല്ല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ഇതേപോലെയുള്ള ഡിസ്ട്രക്റ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട്, വിനാശകരമായിട്ട് ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ ആറ്റോമിക് എനർജി യൂസ് ചെയ്യുന്നു. ഇതൊക്കെ സോഴ്സസ് ഓഫ് എനർജി ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് എന്താണ് എന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട.
നമ്മൾ ആദ്യം പറഞ്ഞു ജോലി ചെയ്യാൻ നമുക്കൊരു ഊർജം വേണം. ആ ഊർജം നമുക്ക് കിട്ടുന്ന പല സ്ഥലങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ഊർജം കിട്ടുന്നത്? സോളാറിൽ നിന്ന് കിട്ടും, വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു. കറണ്ട് എന്താണ്? ഇലക്ട്രിസിറ്റി എന്താണ്? ഒരു എനർജി ആണ് അല്ലേ, പവർ ആണ്. നമ്മൾ പല കാര്യങ്ങളും, നമ്മുടെ മിക്സി, നമ്മുടെ TV, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഗ്രൈൻഡർ, നമ്മുടെ ഫ്രിഡ്ജ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന എനർജി ഏതാണ്? ഇലക്ട്രിസിറ്റി ആണ് അല്ലെ. കറണ്ട് കൊണ്ടാണ് അല്ലേ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം വർക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന ആ പവർ, അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. പിന്നെ ആറ്റോമിക് എനർജി. ആറ്റോമിക് എനർജി നല്ല കാര്യങ്ങൾക്കും മോശം കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ. ദ്രവ്യത്തിന്റെ ചെറിയ കണികകളെയാണ് എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്.